ഭൂവിതരണം, ഭൂപരിഷ്കരണം അത് മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. കാരണം ഭൂ ഉടമസ്ഥത കിട്ടുന്നത് അതോടുകൂടി ആ ഭൂ ഉടമസ്ഥത കിട്ടുന്ന ആളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. സ്വന്തമായി ഒരു ഭൂമി, അവർ കുറച്ച് കൃഷി, അതിന്റെ ഭാഗമായി വരുമാനം, ആ വരുമാനം കിട്ടുമ്പോൾ അവൻ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടും. നേരത്തെ സോപ്പ് വാങ്ങിക്കാത്ത ആൾ സോപ്പ് വാങ്ങിച്ചെന്ന് വരും, അതുപോലെ ബ്രഷ് വാങ്ങിക്കാത്ത ബ്രഷ് വാങ്ങിച്ചെന്ന് വരും, പല ഉപഭോഗ വസ്തുക്കൾ വാങ്ങിയെന്ന് വരും. വിപണിയിലേക്ക് ആവശ്യം വല്ലാതെ വർദ്ധിക്കും. അതോടുകൂടി ഉൽപാദനം കൂടേണ്ടി വരും. അപ്പോൾ മുതലാളിത്തം വികസിച്ച് മുന്നോട്ട് പോകും. അതിന്റെ ചലനാത്മകത അങ്ങനെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണം ഒരു യഥാർത്ഥത്തിൽ മുതലാളിത്ത മുദ്രാവാക്യം തന്നെയാണ്. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ പി രാജീവിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളതാണ് പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സാർ ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും പക്ഷെ എഴുതാനിരിക്കുന്ന പിള്ളേരെന്ത് ചെയ്യാനും സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ലേ, അങ്ങ് അവരെ പുറത്താക്കില്ലേ?